യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, യേശുക്രിസ്തു നമ്മുടെ മരണത്തെ ഏറ്റെടുത്തു എന്നതിനെ കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം ആ വ്യക്തി എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങൾ അഭിഷേകാഗ്നിയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. ഞങ്ങളുടെ പിതാവുമായി കഴിഞ്ഞ 31 വർഷങ്ങളായി പിണക്കത്തിലും വെറുപ്പിലുമായിരുന്നു. സ്നേഹത്തോടുകൂടെ അപ്പന്റെ കൂടെ ഒന്ന് മിണ്ടാനും പറയാനും ഒരുപാട് കാലങ്ങളായി ആഗ്രഹിക്കുന്നു. എന്നാൽ എനിക്ക് അങ്ങോട്ട് മിണ്ടാനോ അപ്പൻ ഇങ്ങോട്ട് മിണ്ടാനോ പറ്റാത്ത വിധം ഞങ്ങളുടെ ബന്ധങ്ങൾ അറ്റുപോയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 മെയ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയോട് ഞാൻ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച്, യേശുവേ, എന്റെ അപ്പനുമായി ഒന്ന് സംസാരിക്കാനെങ്കിലും അനുഗ്രഹം തരണമേ. അങ്ങനെ സംസാരിക്കാൻ പറ്റിയാൽ അഭിഷേകാഗ്നി സാക്ഷ്യപ്പെടുത്താം എന്ന് നേർച്ചയും നേർന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ മനസ്സുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പന്റെ മനസ്സിൽ എന്നോട് മിണ്ടാനുള്ള വലിയ ആഗ്രഹം കൊണ്ട് കർത്താവ് നിറച്ച്, എന്റെ ഹൃദയത്തിൽ അപ്പനോട് എല്ലാം ക്ഷമിക്കാനുള്ള വലിയ കൃപ കൊണ്ട് നിറച്ച്, അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാനും എന്റെ അപ്പനും തമ്മിൽ പൂർണ്ണമായി അനുരഞ്ജനത്തിലായി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനും മിണ്ടാനും പറയാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വലിയ സ്നേഹത്തിലായി. ഏതാണ്ട് 2-3 മാസക്കാലം ഞങ്ങൾ സ്നേഹത്തിൽ ജീവിച്ച് 2008 സെപ്റ്റംബർ 3-ാം തീയതി അപ്പൻ മരിച്ചു. അപ്പൻ മരിക്കുന്നത് വരെ ഞങ്ങൾ വലിയ സ്നേഹത്തിലായിരുന്നു. ഇന്ന് അപ്പനെ ഓർത്ത് സന്തോഷത്തോടെ ഞങ്ങൾ കബറിടത്തെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ അനുഗ്രഹം കർത്താവ് തന്നതിന് ഞങ്ങൾ കർത്താവിന് കോടാനുകോടി നന്ദി പറയുന്നു. നീണ്ട 31 വർഷങ്ങൾ വെറുപ്പിലും വിരോധത്തിലും ആഗ്രഹിച്ചാലും മിണ്ടാൻ പറ്റാതെ കഴിഞ്ഞിരുന്ന അപ്പനും മക്കളും തമ്മിൽ വലിയ ഒരു ഐക്യം, സ്നേഹം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച് 2008 മെയ് മാസത്തിൽ അവർ പ്രാർത്ഥിച്ച് കർത്താവ് അവർ അനുഗ്രഹിച്ചു. 2008 സെപ്റ്റംബറിൽ അപ്പൻ മരിക്കുമ്പോൾ അവർ സ്നേഹത്തിൽ 2-3 മാസം, അപ്പന്റെ ആയുസിന്റെ അവസാനത്തെ 2-3 മാസങ്ങൾ മക്കളുമായി നല്ല സ്നേഹത്തിരിക്കാൻ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് അനുഗ്രഹിച്ചു. ഈ നിമിഷങ്ങളിൽ മക്കളെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവാത്മാവിനെ അയച്ച് ദൈവം സഹായിക്കും. കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മഹത്വത്തിന്റെ കർത്താവേ, സ്വർഗം ചായിച്ചിറങ്ങി വരണമേ. യോഹന്നാൻ 16-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം, സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. ദൈവമേ, ഇപ്പോൾ പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനത്തിന്റെ പൊരുളുകളെല്ലാം മനസ്സിലാക്കാൻ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ സത്യാത്മാവിനെ ഈ ദാസന്മാരുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം, ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഓ കർത്താവേ, ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ദൈവിക ഐക്യം നഷ്ടപ്പെട്ട്, പരിശുദ്ധാത്മാഭിഷേകം നഷ്ടപ്പെട്ട്, മരവിപ്പിലും മന്ദതയിലും ലോകമോഹങ്ങളിലും പുണ്ടുപോയ ഹൃദയങ്ങൾ ഈ നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരിലേക്ക് സ്വർഗത്തിന്റെ ശക്തി ഇടിമിന്നൽ പോലെ പ്രവഹിക്കട്ടെ. കർത്താവെ, മന്ദത വിട്ടുപോകട്ടെ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, എല്ലാ ദുർബാധകളും വിട്ടുപോകട്ടെ, ദുർപീഡകൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓ കർത്താവെ, സങ്കീർത്തന പുസ്തകത്തിൽ 65-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു, കർത്താവേ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ അകൃത്യങ്ങൾക്ക് അടിമപ്പെടാൻ ഞങ്ങളെ രക്ഷിക്കുന്നു. ഓ ദൈവമേ, രക്ഷിക്കാൻ ആരുമില്ലാതെ തഴക്കദോഷങ്ങൾ, മദ്യപാനം, ചീട്ടുകളി, ചൂതാട്ടം, ലോട്ടറി എടുക്കൽ, പുകവലി, മുറുക്ക്, കഞ്ചാവ്, പാൻപരാഗ്, ഒരുപാട് തിന്മകൾക്കും ദുശീലങ്ങൾക്കും തഴക്കദോഷങ്ങൾക്കും ലൈംഗിക വൈകൃതങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുന്നവരിൽ നിന്ന് ആ ദുർബോധ ശക്തികൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കാൻ, നിത്യതയിലേക്ക് അടുക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അഭിഷേകം ഈ ദാസന്മാരുടെ മേൽ അത്ഭുതകരമായി ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ ആത്മാവ് അതിശക്തമായത് നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. യെശയ്യായുടെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം, ഈ പർവ്വതത്തിൽ സർവ ജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവ ജനതതികൾക്കും വേണ്ടി, സർവ വംശങ്ങൾക്കും ഗോത്രങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന കർത്താവ് ഒരു വിരുന്നൊരുക്കി. എന്താ വിരുന്നിന്റെ പ്രത്യേകത? ആ വിരുന്നിൽ പങ്കെടുക്കുന്നവർക്ക് ദൈവം സ്വർഗം നൽകുന്ന പ്രത്യേകത എന്താണ്? അവരിൽ നിന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. യെശയ്യായുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് മൂടുപടത്തെ നീക്കം ചെയ്യുന്നു, അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും, തന്റെ ജനത്തിന്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് നീക്കിക്കളയും. ദൈവം മരണത്തെ തുടച്ചു നീക്കുന്ന ഒരു നാള് വരുമെന്ന് പ്രവാചകനിലൂടെ ദൈവവചനത്തിൽ ദൈവം വെളിപ്പെടുത്തി തരികയാണ്. എന്നേക്കുമായി മരണത്തെ ദൈവം ഗ്രസിക്കുന്ന ഒരു ഇടപെടൽ സ്വർഗം ഭൂമിയിൽ നടത്തും. അതാണ് യേശുക്രിസ്തുവിൽ ഭൂമിയിൽ സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിനെ ആരാധിച്ച് യേശുവിന്റെ ഒരു ശിഷ്യനായി മാറിയാൽ, ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ആ വ്യക്തിയിൽ നിന്ന് മരണത്തെ എന്നേക്കുമായി ദൈവം നീക്കം ചെയ്യും, നിത്യനാശത്തെ എന്നേക്കുമായി ദൈവം നീക്കം ചെയ്യുന്നു. ആ വ്യക്തിക്ക് ദൈവ പൈതൽ എന്ന പദവി, ദൈവത്തിന്റെ മകൻ, ദൈവമകൻ, ദൈവമകൾ എന്ന പദവി ദൈവം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പൊ ദൈവമക്കൾ അല്ലാത്ത അവസ്ഥയിലുണ്ട്, ദൈവമക്കൾ അല്ലാത്ത അവസ്ഥ ഭൂമിയിലുണ്ട് എന്ന് മനസ്സിലാക്കണം. എല്ലാ മനുഷ്യരും ദൈവമക്കൾ എന്ന സ്ഥിതിയിലല്ല ഇരിക്കുന്നത്. ചിലർ ഏസാവ് തന്റെ കടിഞ്ഞൂൽ പുത്രാവകാശം വിറ്റുകളഞ്ഞതുപോലെ ദൈവപുത്ര സ്ഥാനം നഷ്ടപ്പെടുത്തി പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മേൽ മരണത്തിന് അധികാരമുണ്ട്, അവരുടെ മേൽ തിന്മയ്ക്ക് അധികാരമുണ്ട്, അവരുടെ മേൽ അന്ധകാരത്തിന് അധികാരമുണ്ട്, അവരുടെ മേൽ നരകത്തിന് അധികാരമുണ്ട്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച്, യേശുക്രിസ്തുവിനെ ആരാധിച്ച്, യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ സൂക്ഷ്മമായി പാലിച്ച് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുന്നൊരു വ്യക്തിക്ക് മരണം ഇല്ല. അവൻ ദൈവ പൈതലാണ്. ദൈവ പൈതലായി തീരുന്നതോടുകൂടെ ഒരു വ്യക്തിക്ക് ധാരാളം നന്മകൾ ദൈവത്തിൽ നിന്ന് ലഭിക്കും. ഓരോ വ്യക്തി ഈ ലോകത്തിന്റെ പാവം വിട്ട് ദൈവ പൈതലാകുന്നതോടുകൂടെ ദൈവത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ആ വ്യക്തിക്ക് ലഭിക്കുന്നു. ദൈവത്തിന് ഒത്തിരി സ്വഭാവവിശേഷങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ദൈവം ആർദ്ര ഹൃദയനാണ്, ദൈവം ക്ഷമാലുവാണ്, ദൈവം കാരുണ്യവാനാണ്, ദൈവം ഒരുപാട് നന്മകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു സവിശേഷതയാണ് ദൈവം മരണമില്ലാത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം മരണമില്ലാത്തവനാണ്. ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികൾക്കും മരണമുണ്ട്, അന്ത്യമുണ്ട്. എല്ലാ മനുഷ്യരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതാകും. എല്ലാ നിർമ്മാണങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. എല്ലാ സൃഷ്ടികളും നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്, കടന്നു പോകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ സൃഷ്ടികളും കടന്നു പോകുന്നതാണ്. ഈ ഭൂമി ഒരു നാൾ മരിക്കും, ഈ ഭൂമി ഒരു നാൾ നശിക്കും, സൂര്യനും ചന്ദ്രനും ഒരു നാൾ നശിക്കും. നശിക്കാത്തതായി ഒരു സൃഷ്ടിയും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം, അത്യുന്നതമായ ദൈവത്തിന്റെ സവിശേഷത,
യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവ പൈതലായി തീരുന്ന ദൈവ മക്കൾക്കായി ദൈവം നൽകിയിരിക്കുകയാണ്. അവരിൽ നിന്ന് മരണം എന്നേക്കുമായി ഗ്രസിച്ച് അവരെ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് കർത്താവ് ഉയർത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ന്യായമായും നമുക്കൊരു സംശയം വരും, അപ്പോൾ ക്രിസ്ത്യാനികൾ മരിക്കുന്നതോ? യേശു ക്രിസ്തുവിനെ ആരാധിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്, അവർ മരിക്കുന്നതോ? അവർ മറ്റുള്ളവരെ പോലെ മരിക്കുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രകാശം, സത്യാത്മാവിന്റെ പ്രകാശം നമ്മുടെ അന്തരംഗങ്ങളെ പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ തലമുറകളായി നമ്മുടെ വിശ്വാസികളുടെ കുടുംബങ്ങളിൽ, നമ്മൾ നല്ല വിശ്വാസം ജീവിക്കുന്ന വിശ്വാസിയുടെ കുടുംബങ്ങളിൽ മരിച്ചാൽ, ആ മരിച്ചറിയിപ്പിന്റെ കടലാസ് വായിച്ചാൽ ഇതിന്റെ ഒരു മർമ്മം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മരിച്ചറിയിപ്പിന്റെ കടലാസിൽ എങ്ങനെയാണ് എഴുതി കൊടുത്തു വിടുന്നത്, എങ്ങനെയാണ് പ്രിന്റ് ചെയ്ത് വിടുന്നത്? ഇന്ന കുടുംബത്തിൽപ്പെട്ട ഇന്നയാള് ഇന്ന ദിവസം ഇന്ന സമയത്ത് ആത്മത്തിന് വേണ്ട കൂദാശകളൊക്കെ സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. നിദ്ര എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? അത് നിത്യനാശമല്ല, അതിന്റെ പേര് അത് ഉറക്കമാണ്. യേശു ക്രിസ്തുവിനെ ആരാധിച്ച് ദൈവ പൈതലായി തീരുന്ന വ്യക്തിക്ക് മരണമില്ല. അവന്റെ മരണം എന്ന് പറയുന്നത് ഒരു നിദ്ര, ഒരു ഉറക്കം മാത്രമാണ്. അവന് ഈ ഭൂമിയിൽ നിന്നുള്ള മരണം എന്ന് പറയുന്നത് ഒരു കടന്നുപോകൽ മാത്രമാണ്. നശ്വരമായ ഈ ലോകത്തിൽ നിന്ന് അനശ്വരമായ മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു കടന്നുപോകൽ മാത്രമാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലേഖനത്തിൽ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 13-14 തിരുലിഖിതങ്ങൾ, സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ യേശുവിൽ അവിടുന്ന് ഉയർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഒരു വിശ്വാസിയുടെ മരണം നിത്യനാശമല്ല, അത് വെറും ഒരു നിദ്ര മാത്രമാണ്. യേശുവിൽ നിദ്ര പ്രാപിക്കുന്നവരെ യേശുവിനോട് കൂടെ ഉയർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത്, സുബോധമുള്ള കാലത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ട് യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് പാപവും പാപമാർഗങ്ങളും അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിന്റെ ഒരു പൈതലായി, ഒരു ദൈവ പൈതലായി, ഒരു വിശ്വാസിയായി തന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ, യേശു ക്രിസ്തുവിൽ ദൈവ പൈതലായി തീർന്ന ഒരു വ്യക്തിക്ക് മരണമില്ല. അവന്റെ മരണം ഒരു നിദ്ര മാത്രമാണെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഇപ്രകാരമാണ്: അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ ഉണ്ടായിരിക്കുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ അവസ്ഥയിലേക്കാണ് കടന്നു വരുന്നതെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. വീണ്ടും കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ഇതാ പഴയതെല്ലാം കടന്നുപോയി, യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിൽ 2 മുതലുള്ള വാക്യങ്ങൾ, ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കുമായി ഉയർത്തെഴുന്നേൽക്കും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉയർത്തെഴുന്നേറ്റ് വരും. ഓ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിത്യജീവന്റെ ഉയർപ്പ് നൽകണമേ. അതിനുവേണ്ടി ഒരുക്കമുള്ള ജീവിതം നയിക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. അതിന് ഇവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങളും തെറ്റായ അരൂപികളും തെറ്റായ സ്വാധീനങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.
സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ, സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ, നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധനാ സ്തുതി സ്തോത്രം, നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധനാ സ്തുതി സ്തോത്രം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ജനക്കൂട്ടത്തോട് കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. എന്നെ സ്വീകരിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്താം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. അതുപോലെ അല്ല ഈ ഞാൻ തരുന്ന അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. യേശു നിത്യജീവനാണ്. കരങ്ങൾ ഉയർത്തി യേശു ക്രിസ്തുവിനെ ആരാധിക്കാം. ഓ കർത്താവേ, ഓരോ സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും ഇപ്പോൾ ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥന മുരടിച്ചു പോയ വ്യക്തികളിൽ നിന്ന് മുരടിപ്പുകൾ വിട്ടുമാറട്ടെ കർത്താവേ. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും സമൂഹങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ദൈവശക്തി പ്രവഹിക്കേണ്ട കർത്താവേ. എനിക്കെൻ്റെ യേശു ക്രിസ്തുവിന് യോഗ്യമായ വിധം ജീവിക്കണം. എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനത്തിൽ കറയോ കളങ്കമോ ചുളിവോ ഇല്ലാതെ വെടിപ്പോടും വിശുദ്ധിയോടും എൻ്റെ യേശുവിനെ എതിരേൽക്കാൻ തക്കവണ്ണം യോഗ്യമായി ജീവിക്കാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നുള്ള ആത്മീയ ബോധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള ക്ഷീണങ്ങളും മാറട്ടെ, രോഗപീഠകൾ മാറട്ടെ, ആത്മീയ ബന്ധനങ്ങൾ അഴിയട്ടെ, ആത്മീയ തഴക്കദോഷങ്ങൾ വിട്ടുപോകട്ടെ, എല്ലാ തരത്തിലുള്ള തളർച്ചകളും മാറട്ടെ. കർത്താവിന്റെ ശക്തി കൊണ്ട് ദൈവജനം മുഴുവൻ നിറഞ്ഞ് ഹൃദയങ്ങൾ ആത്മീയ ശക്തി കൊണ്ട് ജ്വലിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധനാ സ്തുതി സ്തോത്രം. എൻ്റെ പേര് ജോയ്സിന്ന്, പൊറനാട്ടുകാരാണ് വീട്. എൻ്റെ കാലിൽ 1.5 വർഷമായി കാലിൻ്റെ അടി കൊണ്ട് നടക്കാൻ പറ്റാതെ ഭയങ്കര വേദനയായിരുന്നു. അത് അഭിഷേകാത്യം പ്രോഗ്രാം വീട്ടിൽ നിന്നിരുന്ന് കാണുമ്പോൾ ദൈവത്തോട് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് വന്ന് ധ്യാനം കൂടാമെന്നും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ കാലിൻ്റെ അടിയിലെ വേദന പിറ്റേ ദിവസം തൊട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരി ഇതാ നേരിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. അത് കാലിന് എത്ര നാളായിട്ടുള്ള വേദനയായിരുന്നു? 1.5 കൊല്ലം. 1.5 വർഷമായി കാൽപാദത്തിന്റെ അടിയിൽ ഇരുന്നുള്ള കഠിനമായ വേദന. വീട്ടിലിരുന്ന് അഭിഷേകത്തിന്റെ പ്രോഗ്രാം സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം മുതൽ അപ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ്റെ മകളുടെ
തലയിൽ 2.5 കൊല്ലമായി തലയിൽ നിറച്ച് അരിമ്പാറ നിറച്ചായിരുന്നു. തല ചീന്തുവാനോ ഒന്ന് കെട്ടുവാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ അരിമ്പാറ മുഴുവൻ പൊട്ടും. അങ്ങനെ തല നിറച്ചായി. അങ്ങനെ 2.5 കൊല്ലം മരുന്നുകൾ ചെയ്തിട്ടും അപ്പോൾ തലയിൽ മരുന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ മുടി മുഴുവൻ കൊഴിഞ്ഞു പോകും, തലയിൽ വേറെ അസുഖങ്ങളും വരും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ അഭിഷേകത്തിന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മോളെ തലയിലത്തെ അരിമ്പാറയും കൂടി മാറിക്കിട്ടി. എന്റെ ദൈവം കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. എൻ്റെ പേര് ഷീല. ഞങ്ങൾ എറണാകുളം കലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. 3 വർഷമായി എൻ്റെ മകളുടെ മുട്ടിന് താഴോട്ട് അലർജിയുടെ രോഗം കൊണ്ട് പഴുത്ത് വെള്ളം ഒഴുകായിരുന്നു. രാത്രി മുഴുവൻ ഭയങ്കര ചൊറിച്ചിലായിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒത്തിരി മരുന്നുകൾ കഴിച്ചു, എന്നിട്ടൊരു കുറവില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ആദ്യ വെള്ളിയാഴ്ച വന്ന് കൂടിക്കൊള്ളാം. ആ ആദ്യ വെള്ളിയാഴ്ചയുടെ അന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കാലിന് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 3-ാമത്തെ ആദ്യ വെള്ളിയാഴ്ചയുടെ അന്ന് കാലിലെ കംപ്ലീറ്റ് പഴുപ്പ് ഉണങ്ങുകയും കംപ്ലീറ്റ് ഉണങ്ങി കാല് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഇതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. വലിയൊരു അത്ഭുതം ചെയ്ത് ഓ മഹത്വത്തിന്റെ കർത്താവ് തന്നെ മഹത്വം വെളിപ്പെടുത്തി. നന്നായി കൈയടിച്ച് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല.